ഒരു 10 മിനിറ്റിന് ശേഷം ഷിൻചാൻ നമ്മളെ ഒന്ന് വിളിച്ചായിരുന്നു. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഗൾഫിലോട്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. ഓക്കെ, ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ നമ്മളാണെങ്കിൽ മോട്ടു പത്ലുവിനെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മോട്ടു പത്ലുവിനെ വെച്ചാണ് നമ്മളിന്ന് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ രാത്രി വരാമെന്ന് പറഞ്ഞായിരുന്നു നമ്മളെ സിറ്റിയിലോട്ട്. അപ്പം നമുക്കാണെങ്കിൽ അവരെ വിളിക്കാൻ പോകണം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഗൈസ്, നമ്മൾ ചില വീഡിയോസിലൊക്കെ ഷിൻചാൻ കാണും. അപ്പോൾ അത് പറഞ്ഞതും കനത്ത മഴയും ഒരു ഇടിയും. അപ്പോൾ നമുക്ക് രാത്രിയായിട്ട് കാണാം. ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 10 മണി ആവാറായിട്ടുണ്ട്. അവന്മാരല്ല, മോട്ടു പത്ലു 10 മണിക്ക് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കാണെങ്കിൽ ലംബോർഗിനി ഉറൂസ് എടുത്ത് അവന്മാരെ വിളിക്കാൻ പോവാം. ഇപ്പോൾ രാത്രിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ആ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, പിന്നൊരു കാര്യം, ഞാനാണെങ്കിൽ ലംബോർഗിനി ഉറൂസ് എടുത്തായിരുന്നു. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ മോട്ടു പത്ലു അറിയാതെയാണ്, മോട്ടു പത്ലു പോലും അറിഞ്ഞിട്ടില്ല ഞാനൊരു ലംബോർഗിനി ഉറൂസിൻ്റെ ബ്ലാക്ക് എടുത്തെന്ന്. അപ്പം നമുക്കാണെങ്കിൽ വേഗം പോയി അവിടെ പറപ്പിച്ച് വിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അയ്യോ ഗൈസ്, ഇപ്പം മറിഞ്ഞു വീണേനെ. ഇതുവരെ വന്നിട്ടില്ല ഗൈസ് ട്രെയിന്. നമുക്ക് ആ ട്രെയിൻ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ട്രെയിനാണെങ്കിൽ ഗൈസ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം പോയി മോട്ടു പത്ലുവിൽ നിന്ന് വിളിക്കാം ഗൈസ്. അപ്പം നമ്മൾ മോട്ടു പത്ലു ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം പോയി ആ ലംബോർഗിനി ഉറൂസ് എടുത്ത് നമ്മളെ വീട്ടിലോട്ട് കൊണ്ടുപോകാം. ആ ഫ്രാങ്ക്ലിന്, നീ നമ്മളോട് പറയാതെ ലംബോർഗിനി ഉറൂസൊക്കെ എടുത്തോ? നന്നായിട്ടുണ്ടല്ലോ. താങ്കു ആ വണ്ടി കയറ്. അപ്പം ഫ്രാങ്ക്ലിന് സുഖം തന്നെ? ആ സുഖം തന്നെ. എവിടെയൊക്കെയായിരുന്നു യാത്ര? ആ എവിടെയൊക്കെയായിരുന്നെന്ന് ഞാൻ മറന്നുപോയി. പത്ലു, നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? എൻ്റെ പൊന്നു മോട്ടു ഒന്ന് ആലോചിച്ച് പറ. വെറും വയറ്റിൽ എൻ്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്ക്, നമ്മൾ എവിടെയാണ് പോയെന്ന്. ഞാനങ്ങ് മറന്നുപോയി ഗൈസ്. നമ്മളാണെങ്കിൽ വീട്ടിലോട്ട് എത്താറായപ്പോഴാണ് ആരോ അവിടെ ബസ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാരാണ്? ആളെയൊന്നും കാണുന്നില്ലല്ലോ. ഇവിടെ പാർക്ക് ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി കാണും. ഒന്നും നോക്കാതെ ഞാൻ തന്നെ ബസ്സൊക്കെ ഒന്ന് ഒതുക്കി ഇട്ടിട്ട് വരാം. ഇതാരുടെ ബസ്സാണോ എന്തോ. ഓക്കെ, നമ്മൾ സൈഡൊക്കെ ഒതുക്കിയിട്ടുണ്ട്. വേറെ ആരും ഈ ബസ് ഒതുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഒതുക്കിയാണ്. ഇനി നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലോട്ട് പോവാം ഗൈസ്. നമ്മളാണെങ്കിൽ വീട്ടിലോട്ട് ഇനി എത്താൻ പോവുകയാണ്. എൻ്റെ മോന് ഫ്രാങ്ക്ലിനെ, നീ ഡ്രിഫ്റ്റൊക്കെ ചെയ്യാൻ പഠിച്ച? ഓ, ഞാനൊക്കെ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ വീട് എത്തി. ഇനി നമുക്ക് നൈസായിട്ട് പോയി പാർക്ക് ചെയ്യാം. ലംബോർഗിനി ഉറൂസാണ്, ഇപ്പം അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ. എങ്ങാനും പോറിൽ വന്നാൽ തീർന്നു. അതിനൊക്കെ നല്ല ക്യാഷാവും. ഇനി നമുക്കൊന്ന് ഇറങ്ങാം. എൻ്റെ പത്ലു സമൂസ എടുത്തല്ലോ. എൻ്റെ പൊന്ന് മോട്ടു, അതൊക്കെ എടുത്ത് നീ ആദ്യം ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലോട്ട് വാ. നമുക്ക് ഫുള്ള് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ശരി എന്നാൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.